വിനീതമായ നമസ്കാരം. സാർ കേൾക്കാവോ? ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആണോ? താങ്ക് യു വെരി മച്ച്. ആദ്യമായി ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന എന്റെ സഹോദരനും ദൈവതുല്യനുമായ ഡോക്ടർ മോഹനൻ, അദ്ദേഹത്തിന് വലിയൊരു നന്ദി ഈ നിമിഷത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിനായിട്ടുള്ള കോടിക്കണക്കായിട്ടുള്ള ജനങ്ങൾക്ക് ഇനിയും എന്റെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിയുമെന്ന് വലിയൊരു ലക്ഷ്യം കൊടുത്ത ദ ഗ്രേറ്റ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിനും എന്റെ വിനീതമായ നമസ്കാരം. അതിനോടൊപ്പം പല വർഷങ്ങളായി എന്റെ സുഹൃത്തും നല്ല ശീലങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വവുമായിട്ടുള്ള ശൈലേഷ് ബാലൻ സാറിന് വലിയൊരു നന്ദിയും നമസ്കാരവും ഈ നിമിഷം അറിയിച്ചുകൊള്ളും. അതിനോടൊപ്പം സീനിയർ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ഇത്രയും എനർജിയും ഇത്രയും എക്സ്പീരിയൻസും ഇത്രത്തോളം അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ലീഡേഴ്സ് വളരെ വിരളമാണ് മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ. അനൂപ് സാർ, അനീഷ് സാർ, രണ്ടുപേർക്കും എന്റെ വിനീതമായ നമസ്കാരം. അതുപോലെ തന്നെ ബെന്നി സാറിനും മറ്റെല്ലാ ലീഡേഴ്സിനും, ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും എന്റെ വിനീതമായ നമസ്കാരം. ശൈലേഷ് സാർ എനിക്ക് ഒരു 2 ആഴ്ചകൾക്ക് മുൻപ് ഇങ്ങനൊരു പ്രോഗ്രാം റെഗുലറായിട്ട് നടക്കുന്നുണ്ട്, കാലത്തൊന്ന് വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഉടനെ യെസ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശൈലേഷ് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സോഫ്റ്റായി ടീമിനെ കൈകാര്യം ചെയ്യുന്ന നല്ലൊരു സത്യസന്ധനായിട്ടുള്ള മൈലേഷ്യൽ ലീഡേഴ്സിലെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള തീർച്ചയായിട്ടും ഒരു പേരാണ് ശൈലേഷ് സാർ. അപ്പൊ അദ്ദേഹം ക്ഷണിച്ചു കഴിഞ്ഞാൽ വരാതിരിക്കാനായിട്ട് കഴിയില്ല. എന്നെ ഞാൻ പരിചയപ്പെടുത്താം, കുറച്ചു പേർക്ക് എന്നെ അറിയില്ലെന്ന് വിചാരിക്കുന്നു. എന്റെ പേര് മനോജ്, സ്വദേശം പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയില് പെരുങ്ങോട്ടുകുറിശി എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജ് ആണ് എന്റെ സ്വദേശം. ഞാന് തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബനിയൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഓപ്പർച്യൂണിറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. പല ദിവസങ്ങളിലും നാളെ എന്ത് ചെയ്യുമെന്ന് ഭയപ്പാടോട് കൂടിയിട്ട് ജീവിച്ച ദിവസങ്ങളാണ് ബനിയൻ കമ്പനിയിലെ ജോലി ദിവസങ്ങൾ. അപ്പൊ ഞങ്ങള് പല ടൈപ്പ് ബനിയൻ കമ്പനികൾ അവിടെ ഉണ്ട്. അതില് ഒരു റൂമില് 5 പേര് ഞങ്ങൾ താമസിച്ച് പല കമ്പനികളിലായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു, കൂട്ടുകാര്. ഞാനിത് പറയാനുള്ള കാരണം, മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ എല്ലാവരെ കൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നിങ്ങൾ ഈ കാലത്ത് ഈ പ്രോഗ്രാം ഇപ്പൊ നോക്കൂ, കുറെ വീട്ടമ്മമാർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച സമയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 6 മുതൽ 7 വരെയാണ്. ജീവിതത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണ് രാവിലെ 6 മണി മുതൽ 7 മണി വരെ. ആ തിരക്ക് പിടിച്ച വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരും, ഒരു സംശയവുമില്ല. അപ്പൊ എന്റെ അനുഭവം പറയാനായിട്ടാണ് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ അങ്ങനെ ബനിയൻ കമ്പനിയിൽ 5 സുഹൃത്തുക്കളായിട്ട് ഒരു റൂമിൽ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിസിനസ് കിട്ടുന്നത്. ഞങ്ങൾ പല സമയത്തും റൂമിലിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം എവിടെ എത്തുമെന്ന് അറിയില്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യണം ബിസിനസ് ആയിട്ട്. പല ബിസിനസ്സുകളെ കുറിച്ചും ചിന്തിച്ച് നടന്നൊരു കാലമായിരുന്നു ആ സമയത്ത്. അന്ന് എന്റെ വയസ്സ് 23 അങ്ങനെ കുറെ ബിസിനസ്സുകളെ കുറിച്ച് ചിന്തിച്ചു. ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ അതില്ലാത്തത് കൊണ്ട് തന്നെ ആ ബിസിനസ് വേണ്ട, വേറെ ബിസിനസ് നോക്കാന്ന് പറഞ്ഞ് മാറ്റാറുണ്ട്. അങ്ങനെ തെരഞ്ഞു നിൽക്കുമ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു ബിസിനസിനെ കുറിച്ച് കേൾക്കുന്നത്. വേറെ ഒന്നും ആലോചിച്ചില്ല, ബിസിനസ് തുടങ്ങി. അങ്ങനെ 23-ാമത്തെ വയസ്സില് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നു. 24-ാമത്തെ വയസ്സിൽ എനിക്ക് വരുമാനം തുടങ്ങി. 24-ാമത്തെ വയസ്സിൽ തന്നെ സീലിംഗ് അച്ചീവർ എന്നുള്ള പദവി
നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. 27ാമത്തെ വയസ്സിൽ 1 കോടി രൂപ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ സമ്പാദിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും 1 കോടി രൂപയിൽ കൂടുതൽ ഈ ബിസിനസ്സിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ അത് 2 കോടി 16 ലക്ഷം രൂപയായി എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ കുറെ പേർക്ക് സംശയം, അപ്പൊ ഇപ്പൊ വയസ്സ് എത്രയായി എന്നുള്ളതില്ല. 27 വയസ്സ് മുതൽ അത് ഞാൻ പറയില്ല. അത് അനിൽ സാറിനോട്, ശൈലേഷ് സാറിനോട് സെപ്പറേറ്റ് ചോദിച്ചോളൂ. ഇപ്പൊ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയുടെ സീലിംഗ് അച്ചീവർ ആണ്. ഒരാഴ്ച പോലും മുടങ്ങാതെ ആ മാജിക് അല്ലെ, സ്വപ്ന തുല്യമായിട്ടുള്ള തുക, ആ മാജിക് എമൗണ്ട് എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നു. 8 വർഷമായിട്ട് 2 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പിൽ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഒരുപാട് ഐഡിയസ് ബിൽഡ് ചെയ്യുന്നു. ഒരുപാട് അച്ചീവേഴ്സ് ടീമിലുണ്ട്. ഇതുവരെ 16 ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ടീമിലുണ്ട്. അതുപോലെ തന്നെ 54 നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ടീമിലുണ്ട്. 155 റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സ് ടീമിലുണ്ട്. 516 സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സ് ടീമിലുണ്ട്. അതുപോലെ തന്നെ 3384 ടീം കോർഡിനേറ്റേഴ്സ് ടീമിലുണ്ട്. ഇതാണ് എന്റെ ശക്തി, എന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. ഇത്രയും അച്ചീവേഴ്സിനെ ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 14ഓളം സംസ്ഥാനങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ശക്തമായിട്ട് ബിസിനസ് ചെയ്തു വരുന്നു. അപ്പൊ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലേ അനിൽ സാർ? ഇന്ന് പ്രോഗ്രാമിൽ അതാണ് ഒരു കാറ്റഗറി ഉണ്ടോ? ലീഡേഴ്സ് ആണോ? ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഇപ്പൊ ഓക്കെ. എല്ലാവരും ചാറ്റ് ബോക്സിൽ വരാൻ അറിയുമല്ലോ അല്ലെ? വരാറുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ എല്ലാവരോടും എന്റെ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ എന്തിനു വേണ്ടി മൈലേജ് സ്റ്റൈൽ ബിസിനസ് തിരഞ്ഞെടുക്കും? സിമ്പിൾ ആയിട്ടൊന്ന് തിരഞ്ഞെടുക്കും, ഒന്നറിയാൻ വേണ്ടിയാ. എന്തിനു വേണ്ടി മൈലേജ് സ്റ്റൈൽ ബിസിനസ് തിരഞ്ഞെടുക്കും? മണി എങ്കിൽ മണിന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഡീപ്പായിട്ട് വേണമെന്നില്ല. ഹെൽത്ത് എങ്കിൽ ഹെൽത്ത്, സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. ഫൈനാൻഷ്യൽ ഫ്രീഡം, ഇൻകം, എക്സ്ട്രാ ഇൻകം, ബെറ്റർ ലൈഫ്, ഫ്രീഡം ഓഫ് ലൈഫ്, സക്സസ്, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ, സന്തോഷത്തിനായിട്ട്, health and money, better life, dreams, financial freedom. വരട്ടെ? Yes. Successful life, money to fulfill our dreams, better life, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേണ്ടി. വെരി ഗുഡ്. ഹെൽത്ത് ആൻഡ് മണി, ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ്, money, better life, money. Yes, thank you. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ബിസിനസ് നമ്മൾ തുടങ്ങുന്നത്, ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം അറിയണമല്ലോ. ഓക്കെ, താങ്ക് യു, മതി, ഏകദേശം മനസ്സിലായി. ഞാനത് ചോദിക്കാനുള്ള കാരണം, നമ്മൾ ഒരു കൃത്യമായിട്ട് ലക്ഷ്യത്തോട് കൂടിയിട്ട് വേണം ഏതൊരു കാര്യം ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് പക്ഷെ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് മൈലേജ് സ്റ്റൈൽ കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ്, നിങ്ങൾക്കറിയാലോ. അപ്പൊ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് ബിസിനസ് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി ഇഷ്ടപ്പെട്ട് വരുമാനം സമ്പാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇനി കുറെ പേര് ഈ ബിസിനസ്സിലേക്ക് തള്ളിവിടപ്പെട്ട് വന്ന ആൾക്കാരുണ്ട് അല്ലെ? ഞാന് ഇതേപോലൊരു ചോദ്യം തമിഴ്നാട്ടില് ചെന്നൈയില് ഒരു
വലിയൊരു കോൺഫറൻസിന് പോയ സമയത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് സംവദിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെയുള്ള ഓഡിയൻസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ ബിസിനസ്സിൽ വന്നത്? അപ്പൊ ഇന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്ന പോലെ കുറെ പേര് ടൈപ്പ് ചെയ്ത് തന്നിരുന്നു ഓരോ കാര്യങ്ങൾ, പറഞ്ഞിരുന്നു. അപ്പൊ ഞാന് ഒരു വ്യക്തി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ തൊട്ടടുത്ത് പോയിട്ട് ചോദിച്ചു, സാർ താങ്കൾ എന്തിനു വേണ്ടിയാണ് ഈ ബിസിനസ് തിരഞ്ഞെടുത്തത്? അപ്പൊ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. രണ്ടാമത് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഈ ബിസിനസ് തിരഞ്ഞെടുക്കാൻ, പറയൂ. വീണ്ടും മിണ്ടുന്നില്ല. അപ്പൊ തൊട്ടടുത്ത് പോയിട്ട് പറഞ്ഞു, സാർ നിങ്ങൾ ഈ ബിസിനസ് എന്തിനു വേണ്ടി തുടങ്ങി? അപ്പൊ പുള്ളിക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഈ എന്റെ അടുത്തിരിക്കുന്ന ഈ മൂദേവിയോട് ചോദിക്കും, നിർബന്ധിച്ച് കൊണ്ടുവന്നിരിക്കുക തന്നെയാണ്. അപ്പൊ തമിഴ്നാട്ടിൽ ആ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് രസകരമായിട്ടുള്ള വാക്കാണ്. കൂട്ടുകാര് ദേഷ്യത്തോടു കൂടി പറയുന്ന വാക്കാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഒരു സമാധാനമായിട്ടിരിക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് ഈ ബിസിനസ്സിൽ തള്ളിയിട്ട് മീറ്റിങ്ങിനും ട്രെയിനിങ്ങിനും വിളിച്ചിരുത്തി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ അതുപോലെ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ പരിചയക്കാരുടെയോ നിർബന്ധത്തിന് വഴങ്ങി വേറെ വഴിയില്ലാതെ മീറ്റിംഗ് ഇരിക്കുന്നവരാരും ഇല്ലല്ലോ, അല്ലെ? നിങ്ങളുടെ മെസ്സേജിൽ നിന്ന് അത് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. എല്ലാവരും ജീവിതത്തിൽ നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നവരും അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ ബിസിനസ് തുടങ്ങിയവരും ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. നോക്കൂ, ലോകത്തിലെ എല്ലാ ജനങ്ങളും, സ്വബോധം ഉള്ള എല്ലാ ജനങ്ങളും കാലത്ത് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്ത് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും, ലോകത്തിലെ സ്വബോധമുള്ള എല്ലാ വ്യക്തികളും കാലത്ത് എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിന്റെ പുറകില് ഏറ്റവും വലിയൊരു കാര്യം കാണും, സമാധാനം. സത്യമാണോ അല്ലേ? ആണോ അല്ലേ? സമാധാനം. ഈ സമാധാനം എന്ന് പറയുന്ന സാധനം എപ്പോഴാ വരിക? കുറെ പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കാണുന്നു. കുറെ പേർക്ക് സമാധാനം നല്ലൊരു ജോലി കിട്ടിയാൽ വരും, നല്ല വരുമാനം കിട്ടിയാൽ വരും, നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ വരും, അല്ലേ? ഇതൊക്കെ ഒരു സമാധാനത്തിന്റെ അളവുകോലാണ്. ആരാണെങ്കിലും, ഒരു ചുമടെടുക്കുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ റിക്ഷ ഓടിക്കുന്ന ഒരാളാണെങ്കിലും, അല്ലെങ്കിൽ മുകേഷ് അംബാനി ആണെങ്കിലും, അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണെങ്കിലും, അല്ലെങ്കിൽ പിണറായി വിജയൻ ആണെങ്കിലും, അങ്ങനെ ആരാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകിൽ ഒരു പ്രധാന കാര്യമുണ്ട്, സമാധാനം എന്നുള്ളത്. മനസ്സിന് സമാധാനം, രാജ്യത്തിനോ അങ്ങനെ നമ്മളെ ഫാമിലിക്കോ സമാധാനം. നോക്കൂ, ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആരോഗ്യം, രണ്ടാമത് സമ്പത്ത്, മൂന്നാമത് സന്തോഷം. ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. കറക്റ്റ്. മൂന്നിനും വേണ്ടിയാണ് എല്ലാവരും അധ്വാനിക്കുന്നത്, ആരാണെങ്കിലും. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും തൊഴിലില് ഇതൊക്കെ എല്ലാം കിട്ടുമെന്ന്? പലപ്പോഴും കിട്ടാറില്ല. എന്താ സംഭവം എന്നറിയോ? പല തൊഴിൽ ചെയ്ത്, ചില തൊഴിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാശ് കിട്ടും. മൈലേജ് മാത്രമല്ല, വരുമാനം സമ്പാദിക്കാൻ പറ്റിയ ബിസിനസ്. ലോകത്ത് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്. മൈലേജ് ബിസിനസിനേക്കാൾ കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയ ബിസിനസ്സുകൾ ലോകത്ത് ഒരുപാടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരുപാട് കാശ് കിട്ടുന്ന പല തൊഴിലിലും ആരോഗ്യം കിട്ടാറില്ല, സന്തോഷം കിട്ടാറില്ല, സമാധാനം കിട്ടാറില്ല. കാശ് കുറേ ഉണ്ടാവും. രണ്ടാമതാണ് സമ്പത്ത്, അത് കിട്ടും. അടുത്തത് ആരോഗ്യം. പല തൊഴിൽ ചെയ്തു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവില്ല. ചില തൊഴിൽ ചെയ്താലോ ആരോഗ്യം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ എന്തില്ല, സമ്പത്ത് ഒരുപാടുള്ള സ്ഥലത്ത് ചിലപ്പോ ആരോഗ്യം ഇല്ല, സമാധാനം ഇല്ല. കുറെ സ്ഥലത്ത് ആരോഗ്യം ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, സമ്പത്ത് ഉണ്ടാവില്ല. എന്നാൽ ഇത് മൂന്നും കൂടിച്ചേരുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി, മൂന്നും കൂടിച്ചേരുന്ന ഒരേ ഒരു തൊഴിൽ, അത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ്. അത് നിങ്ങളുടെ ലീഡേഴ്സ് ആൾറെഡി നിങ്ങളോട് അത് സംസാരിച്ചു കാണും, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഇത്രയും നല്ലൊരു ബിസിനസ്സിലാണ് നിങ്ങൾ എങ്ങനെ ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് വിഷയമേ അല്ല. നിർബന്ധിച്ചിട്ടാണോ, ഇഷ്ടപ്പെട്ടിട്ടാണോ, ഇഷ്ടപ്പെട്ടല്ലേ, വേറെ വഴിയില്ലാതെ ഈ ബിസിനസ് ചെയ്യാണോ, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ വന്നിട്ടുള്ളത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ്. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാക്ഷാത്കരിക്കും.
സ്റ്റാർട്ട് ചെയ്യും, ഭയങ്കര താല്പര്യത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ താല്പര്യം കുറഞ്ഞു പോകുന്നതായിട്ട് പല കാണുന്നുണ്ട്. ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ പൊതുവെ പുറത്ത് പ്രവണതയാണ് വളരെ ഇൻട്രസ്റ്റ് കൂടിയിട്ട് തുടങ്ങുകയും കുറച്ച് ദിവസങ്ങൾ കഴിയുന്ന സമയത്ത്, അതായത് തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ചെയ്യാറുള്ള കാര്യം എന്താണ്, നമുക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ ബിസിനസ് കയറി സംസാരിക്കും. തൊട്ട് അയൽ വീട്ടിലോ അല്ലെങ്കിൽ പരിചയക്കാരോടോ അങ്ങനെയൊക്കെ നമ്മൾ ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് 100% പ്രതീക്ഷിക്കുന്ന റിപ്ലൈ നമുക്ക് വരണമെന്നില്ല. വരാറുണ്ടോ? 100% നമുക്ക് പ്രതീക്ഷിക്കുന്ന റിപ്ലൈ പല സമയങ്ങളിലും വരാറില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? സാധാരണ ഒരു 2 പേരോട് സാർ ഔട്ടായ സംശയമുണ്ട്. ഓക്കെ സാർ, എല്ലാം നടക്കും. പക്ഷെ അത് ആ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പല ആൾക്കാർക്കും ക്ഷീണം വരികയാണ്. അതിന്റെ പ്രധാനമായിട്ട് മനസ്സിലാക്കിയ കാര്യം ഇതാണ്. പല ആൾക്കാരോട് ഇത് പറയുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച റിപ്ലൈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ 4 പേരോട് പറഞ്ഞു. 4 പേര് എന്തെങ്കിലുമൊക്കെ കാരണം പറയും. ഞാൻ അവിടെ അത് കേട്ടു, ഞാൻ ഇവിടെ അത് കേട്ടു, അവിടെ ഒരാള് ഇതുപോലെ തോറ്റുപോയി, ഇവിടെ ഒരാള് ഫെയിലായി പോയി, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് 4 ആള് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഈ 5ാമത്തെ ആളോട് പറയാനായിട്ട് നമുക്ക് മനസ്സ് വരില്ല. അത് മനുഷ്യ സഹജമാണ്, അത് സ്വാഭാവികമാണ് എല്ലാവർക്കും. പക്ഷെ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ നോക്കൂ, മൈലേജ് സ്റ്റൈൽ ബിസിനസ്സില് ജയിക്കാൻ പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യമാണോ അല്ലേ? സത്യമാണെങ്കിൽ ഒരു തംസപ്പ് കാണിച്ച എല്ലാവരും. മൈലേജ് സ്റ്റൈൽ ബിസിനസ്സിൽ ജയിക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ടല്ലോ. അതിൽ യാതൊരു സംശയമില്ല. കാരണം നിങ്ങൾ കാണുന്ന ലീഡേഴ്സ് ഒക്കെ ഈ മൈലേജ് സ്റ്റൈലിൽ അത്രത്തോളം അച്ചീവ് ചെയ്ത ആൾക്കാരാണ്, അത്രത്തോളം അനുഭവമുള്ള ആൾക്കാരാണ്, സമ്പാദിച്ച ആൾക്കാരെ ഇഷ്ടം പോലെ നമുക്ക് കാണാം. പക്ഷെ ഞങ്ങൾ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരാളെയും കാണാൻ പറ്റില്ലായിരുന്നു. ഒരു കാലത്ത് ഈ ബിസിനസ്സിലൂടെ സമ്പാദിക്കാമെന്നുള്ള കേട്ടറിവ് കൊണ്ട് ബിസിനസ് ചെയ്ത ആൾക്കാരാണ് ഞാൻ. കേട്ടറിവ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ, കണ്ടറിവില്ല. പറയാറില്ലേ, കേട്ടറിവ്, കണ്ടറിവ്, കൊണ്ടറിവ്. അപ്പൊ അന്ന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവോ കൊണ്ടറിവോ ഉണ്ടായിരുന്നില്ല. പക്ഷെ വലിയ വിശ്വാസത്തോടു കൂടിയിട്ട് അന്ന് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ മൈലേജ് സ്റ്റൈൽ നല്ല കമ്പനിയാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം പല മോർണിംഗ് മീറ്റിങ്ങുകളിലും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സബ്ജക്ട് തന്നെ അതായിരിക്കും. ഡയറക്ട് സെല്ലിംഗ് നല്ല ഇൻഡസ്ട്രിയാണ്, മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി നല്ല കമ്പനിയാണ്, അതിന് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് കഴിയും. നമുക്ക് കിട്ടിയ ലീഡേഴ്സ് എല്ലാവരും നല്ല ലീഡേഴ്സാണ്. അപ്പൊ പ്രശ്നങ്ങൾ ഈ ഭാഗത്തൊന്നുമില്ല. നമ്മൾ ഈ ബിസിനസ്സിൽ സ്ഥിരമായിട്ട് നിന്ന് ആ സമ്പാദ്യം ഏറ്റുവാങ്ങാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. നോക്കൂ, ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, 23ാമത്തെ വയസ്സിൽ ഈ ബിസിനസ് തുടങ്ങി, 24ാമത്തെ വയസ്സിൽ ഇതിന്റെ സീലിംഗ് അച്ചീവറായി, 27ാമത്തെ വയസ്സിൽ മുതൽ 1 കോടി രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞു. അതേപോലെയാണ് നിങ്ങൾ ഓരോ ലീഡേഴ്സിനെയും കാണുന്നുണ്ടാവുക. ശൈലേഷ് സാറാണെങ്കിലും ശരി, ബെൽനി സാറാണെങ്കിലും ശരി, അനൂപ് സാറ്, അനീഷ് സാറ്, മുബീൻ മുഹമ്മദ് സാറ്, എന്തോരം ലീഡേഴ്സാണ് മൈലേജ് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ. അപ്പൊ ഇത്രയും ലീഡേഴ്സ് ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഒരു ടീമില്ല? പല ആൾക്കാർ ചിന്തിക്കുന്ന ഒരു പ്രശ്നമാണത്, ആണല്ലേ? ഇവർക്കൊക്കെ വലിയ ടീം. അനിൽ സാറിന് എന്തുമാത്രം ടീമാണ്, അങ്ങനെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഇവർക്കൊക്കെ ഒരുപാട് നോക്കൂ, വയനാട് പ്രസാദ് സാർ എന്ന് പറഞ്ഞ ഒരു ലീഡറില്ലേ, എന്തുമാത്രം ടീമാണ് ആ മനുഷ്യന്. അപ്പൊ ഇവർക്കൊക്കെ വലിയ വലിയ ടീമുണ്ട്, വലിയ ബിസിനസ് ഉണ്ട്. എനിക്ക് മാത്രം എന്താണ് ഈ ജനങ്ങളോട് പോകുന്ന സമയത്ത് ആൾക്കാർ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ വർക്ക് ചെയ്താൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ആയാൽ തന്നെ അവര് മീറ്റിങ്ങിന് വിളിച്ചാൽ വരുന്നില്ല. മീറ്റിങ്ങിന് ഒരു പ്രാവശ്യം വന്ന ആള് പിന്നെ ട്രെയിനിങ്ങിന് വിളിച്ചാൽ വരുന്നില്ല. 4 ആളോട് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അത് ഇനി 5ാമതൊരാളോട് പറയാൻ വേണ്ടിയിട്ട് മടി കാണിക്കുന്നു. അപ്പൊ ഇത് ഇവർക്കൊക്കെ എങ്ങനെയാ വന്നു, എനിക്ക് മാത്രം നടക്കുന്നില്ലെന്നുള്ള ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാം? ഇവർക്കൊക്കെ നടക്കുന്നു, എനിക്ക് നടക്കുന്നില്ലെന്ന് നമുക്ക് തോന്നാനുള്ള ഒരു കാരണം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മാത്രമാണ് നമ്മൾ കാണാറുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന ലീഡേഴ്സിന്റെ
ഇപ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. അവര് ഡിസ്ട്രിബ്യൂട്ടറായി ഇരിക്കുന്ന സമയത്തുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കണ്ടിരുന്നെങ്കിൽ നമുക്ക് ആ നിരാശ ഉണ്ടാവില്ല. എല്ലാവരും ചിന്തിക്കാറുള്ളത് ശൈലേഷ് സാറിനൊരു സുഖം നോക്കി എന്തുമാത്രം ടീം വെച്ചു മനുഷ്യൻ, നമുക്ക് എന്തെങ്കിലും ഇതുപോലൊന്നും സെറ്റാവോ? അപ്പൊ അങ്ങനെ നമുക്കൊന്നും ഒറ്റ ദിവസം കൊണ്ട് സെറ്റാവുന്ന കാര്യമില്ല. പക്ഷെ ഒരു ദിവസം നടക്കും. ഒറ്റ ദിവസം കൊണ്ട് നടക്കില്ല, പക്ഷെ ഒരു ദിവസം കൊണ്ട് നടക്കും. നിങ്ങൾ ഈ ലീഡേഴ്സിനോട് പോയിട്ട് ഇപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ അവരുടെ പെർഫോമൻസ്, ഇപ്പൊ അവരുടെ ജീവിത രീതി, അത് മാത്രമല്ല നോക്കേണ്ടത്. എന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ് നിങ്ങളോട്, അതല്ല നോക്കേണ്ടത്. അവരോട് പോയി ചോദിക്കണം, സാർ ഈ ബിസിനസ്സിൽ എങ്ങനെ, പല ആൾക്കാരും ലീഡേഴ്സ് 3 മണിക്കൂർ 4 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർക്ക് ട്രെയിനിങ് കിട്ടിയിട്ട്, ഞാൻ ഒരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോയിട്ട് 8 മണിക്കൂർ സംസാരിച്ചു. 8 മണിക്കൂർ സംസാരിച്ച് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഒരാൾ ഡിസ്ട്രിബ്യൂട്ടർ ഓടി വന്ന് കൈ പിടിച്ച് പറഞ്ഞു, സാർ എനിക്കൊരു കാര്യം അറിയണം. പറയൂ സാർ. സാർ ഈ ബിസിനസ്സിൽ എങ്ങനെ ജയിക്കുകയാണ് ഒരു ടിപ്സ് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പൊ കഴിഞ്ഞ 8 മണിക്കൂർ വായ തോരാതെ പറഞ്ഞത് ആ കാര്യം തന്നെയാണ്. പക്ഷെ വീണ്ടും ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞിട്ടും ജയിക്കാനായിട്ട് ഒരു ടിപ്പ് തരുമെന്ന് ചോദിച്ച പോലെ, നമുക്ക് ഈ ലീഡേഴ്സിനെ ഇപ്പോഴുള്ള ജീവിത നിലവാരം കണ്ടുകൊണ്ട് അവരെ അളക്കരുത്. അവരോട് പോയി ചോദിക്കണം, ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാം എന്നല്ല, സാർ എന്നെ പോലെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കുമ്പോ സാർ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിക്കണം. അപ്പൊ കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള മറുപടി. അപ്പൊ കിട്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ എങ്ങനെ വിജയിക്കാമെന്നുള്ള മന്ത്രം. കാരണം എന്താ അറിയോ, ഞാൻ ഈ ബിസിനസ്സിൽ ഇന്ന് ലക്ഷക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്കുണ്ട്. പക്ഷെ 2 പേരെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് 98 പേരോട് പ്ലാൻ പറഞ്ഞ ആളാണ്. അതാണ് ഇന്നൊക്കെ കാണാൻ വളരെ, അനിൽ സാർ എന്തൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ശൈലേഷ് സാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്നെ പറ്റി. പക്ഷെ 98 പേരോട് പ്ലാൻ പറഞ്ഞിട്ടാണ് എന്നോട് 2 പേര് യെസ് പറഞ്ഞത്. പക്ഷെ ഈ 98 പേരോട് പ്ലാൻ പറയുമ്പോഴേക്ക് 9 മാസങ്ങൾ കഴിയേണ്ടി വന്നു. പല ആൾക്കാർക്കും ഇപ്പൊ ഈ ക്ഷമയില്ല. 9 മാസം കൊണ്ടാണ് ഞാൻ 98 പേരോട് പ്ലാൻ പറഞ്ഞത്. ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് 9ാമത്തെ മാസത്തിലാണ് എനിക്കൊരു 900 രൂപ ഇൻകം വന്നത്. പക്ഷെ അതുവരെ ഒരു മീറ്റിംഗ് ഞാൻ മിസ്സാക്കിയിട്ടില്ല, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഞാൻ മിസ്സാക്കിയിട്ടില്ല. എന്റെ ലീഡേഴ്സ് പറയുന്ന എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എന്നിട്ടും എനിക്ക് ടീം വന്നില്ല, എനിക്ക് ബിസിനസ് വന്നില്ല. കാരണം എന്താണെന്ന് അറിയോ? ഇതെങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ എന്റെ ലീഡേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങാറില്ല, എനിക്കറിയില്ല. അങ്ങനത്തെ സിസ്റ്റമേ അന്നില്ല. ലീഡേഴ്സിനെ കൊണ്ടുപോയി സംസാരിക്കണമെന്നുള്ള കാര്യം അറിയില്ല. മീറ്റിങ്ങിന് വിളിച്ച ആൾക്കാർ വരാറില്ല. അപ്പൊ കണ്ടവരോടൊക്കെ പ്ലാൻ പറയും, റോട്ടി കണ്ടവരോട് പ്ലാൻ പറയും, എന്റെ ബനിയൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും പ്ലാൻ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണമെന്ന് നിങ്ങൾക്കറിയാലോ. ഈ ബിസിനസ്സിൽ സക്സസ് ചെയ്യാനുള്ള സിമ്പിൾ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ആൾക്കാര് ഇപ്പൊ നിങ്ങളുടെ കൂടെ വന്ന് കാണില്ല. ഈ ബിസിനസ്സിൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാര് ഇപ്പൊ നമ്മളെ തിരസ്കരിച്ച് കാണും, അല്ലേ? പലപ്പോഴും ഇപ്പൊ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ വിളിച്ചാൽ ഫോൺ എടുക്കണ്ടാവില്ല. നിങ്ങൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണെന്ന് ആരെ ചിന്തിക്കുന്നോ അവരിപ്പോ നിങ്ങൾ ഫോൺ ചെയ്തെടുക്കണ്ടാവില്ല. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകുന്നുണ്ടാവും. ചില ആൾക്കാർ ഓടി ഒളിയുന്നുണ്ടാവും നമ്മളെ കാണുമ്പോൾ. പക്ഷെ ഒരു സീക്രട്ട് പറഞ്ഞു തരട്ടെ, വേണ്ടപ്പെട്ടവർ ഈ ബിസിനസ് വന്നില്ലെങ്കിൽ വിഷമിക്കരുത്, വന്നവരെ വേണ്ടപ്പെട്ടവരാക്കി മാറ്റും. അത്രയും മതി. നിങ്ങളെ വിശ്വസിച്ച് 2 പേര് വരും, അതിൽ സംശയമേ ഇല്ല. നിങ്ങളെ വിശ്വസിച്ച് ഈ ബിസിനസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് ജനങ്ങൾ. സംശയിക്കേ വേണ്ട. ആ വന്നവരെ വേണ്ടപ്പെട്ടവരാക്കി മാറ്റിയാൽ മതി നിങ്ങൾ. അങ്ങനെ 98 പേരോട് പ്ലാൻ പറഞ്ഞു. 2 പേര് ഈ ബിസിനസ്സിൽ വന്നു. അവരെ ഞാൻ എന്റെ വേണ്ടപ്പെട്ടവരാക്കി മാറ്റി. എന്റെ ആ രണ്ട് വ്യക്തികള് ഇന്ന് കോടീശ്വരന്മാരാണ് ഈ ബിസിനസ്സിൽ. അവര് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മുഖം എന്റെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ ആദ്യം കാണുന്നത് എന്റെ മുഖമായിരിക്കും. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഈ ബിസിനസ്സിൽ വിജയിക്കാതെ എനിക്ക് ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു ലൈഫിൽ. അങ്ങനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും തോറ്റു പോണത്. ഒറ്റ കാര്യം
ചിന്തിച്ചാൽ മതി, എനിക്ക് വേറെ ഓപ്ഷനേ ഇല്ലെന്ന്. ഞാൻ അങ്ങനെ ചിന്തിച്ച ഒരാളാണ്. ഈ ബിസിനസ്സിൽ വിജയിക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത്. പിന്നെ എന്ത് ഓപ്ഷൻ കിട്ടും മുമ്പിൽ എന്ന് പറ. 2 ഡിസ്ട്രിബ്യൂട്ടർ കിട്ടാൻ വേണ്ടി 9 മാസം നടന്നു. 2 ഡിസ്ട്രിബ്യൂട്ടർ കിട്ടിയ സമയത്ത് അവരുടെ വീട്ടിൽ തന്നെ ഇരിപ്പായി. രാവിലെ എഴുന്നേറ്റ് കഥവ് തുറക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവും. 5 മണിക്ക് തുറക്കുകയാണെങ്കിൽ 6 മണിക്ക് തുറക്കുകയാണെങ്കിൽ. കാരണം എന്താണ്, ഇനി എനിക്ക് ബിസിനസ് പറയാൻ വേറൊരാളില്ല. എന്റെ വന്ന ഡിസ്ട്രിബ്യൂട്ടർ മൂലം 2 പേരെ ബിസിനസ്സിൽ കൊണ്ടുവന്നാലേ അടുത്ത എന്റെ ടീം നടക്കുള്ളൂ. അങ്ങനെ എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഞാൻ ഒരുപാട് സർവീസ് ചെയ്തു. എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ വീട്ടിൽ തന്നെ ഇരുന്നു. അവർക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ സേവനം ചെയ്തു എന്നാണ് പറയാ അല്ലെ. സർവീസ് എന്ന് പറയുന്ന മലയാളത്തിൽ സേവനം എന്ന് തന്നെ പറയണം. ഞാൻ എപ്പോഴും എന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള എബിലിറ്റി, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാനുള്ള ഒരു എബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് എബിലിറ്റി എന്ന്. നിങ്ങൾക്ക് വേറെ ഒരു ക്വാളിറ്റി ആവശ്യമില്ല. എത്ര പഠിച്ചു, എത്ര വിദ്യാഭ്യാസം ഉണ്ട്, എന്താണ് ജീവിത പശ്ചാത്തലം, അതൊന്നും നോക്കുകയേ വേണ്ട. അവൈലബിലിറ്റി ആണ് നിങ്ങളെ ഈ ബിസിനസ്സിൽ വിജയിപ്പിക്കുക. എന്താണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിക്കുന്ന സമയത്ത് വിരൽ തുമ്പിൽ നിങ്ങൾ ഉണ്ടാവണം. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സേവനം ചെയ്യണം, സർവീസ് ചെയ്യണം. പല ആൾക്കാരും പല സ്ഥലത്തും കാണാനുള്ള കാര്യം ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത് വരെ ഭയങ്കര സ്നേഹമായിരിക്കും. ആരെ ഒരു പുതിയ ഒരാളെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നത് വരെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞ് ബീവി കയറി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അടുത്ത ആളോടായി സ്നേഹം. അത് പാടില്ല. വന്ന 2 പേരെ നിങ്ങൾ സ്നേഹിക്കണം. വന്ന 2 പേർക്ക് നിങ്ങൾ സേവനം ചെയ്യണം. പുതിയ ആൾക്കാരെ തേടി നടക്കുന്നത് നമ്മുടെ ബിസിനസ്സിന് ഭംഗിയുള്ള ഒരു കാര്യമല്ല. ഞാൻ ആദ്യമായിട്ട് എന്റെ ഒരു കൂട്ടുകാരനോട് ബിസിനസ് സംസാരിച്ചപ്പോ അവൻ പറഞ്ഞ കാര്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മനോജ്, ഇതൊന്നും 6 മാസത്തിൽ കൂടുതൽ നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് അങ്ങനെ ഒരു കമ്പനി അല്ല, ഇത് ഒരുപാട് കാലം നടക്കും, നീ ഭയപ്പെടല്ലേ, നല്ല കമ്പനിയാണ്. പക്ഷെ അവൻ വീണ്ടും പറഞ്ഞു ഇത് സക്സസ് ആവില്ലെന്ന്. എന്റെ ഉറ്റ സുഹൃത്താണ്, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ വന്നില്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കില്ല എന്ന് പറയാനുള്ള കാരണം ഇതാണ്. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച എന്റെ ഉറ്റ സുഹൃത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മുന്നിൽ ഓടി വന്ന് നിൽക്കുമെന്ന് ഞാൻ സങ്കല്പിച്ച വ്യക്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കറേജ് ചെയ്ത ഈ ബിസിനസ്. അപ്പൊ ഞാനും അവനും തമ്മിൽ വാക്കുവാദമായി. ഞാൻ പറഞ്ഞു, ഇത് ഉറപ്പായിട്ട് വിജയിക്കും, ഞാൻ ഒരു ദിവസം ഈ ബിസിനസ്സിൽ വിജയിച്ച് കാണിച്ചു തരാം. അവൻ പറഞ്ഞു, ഇത് നടക്കുകയേ ഇല്ല, ഞാൻ നീ ഇവിടെ കാണുമല്ലോ, നോക്കാന്ന്. അവസാനം എന്റെ കൂട്ടുകാരൻ എന്റെ സംസാരം നിർത്താനായിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, മനോജ്, 6 മാസത്തിൽ കൂടുതൽ ഈ കമ്പനി നടക്കുകയാണെങ്കിൽ നിന്റെ പട്ടിക്ക് എന്റെ പേരിട്ടോ. പിന്നെ വർത്താനം പറയാൻ വേറൊന്നുമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞതാണ്. പക്ഷെ എന്റെ പട്ടിയുടെ പേര് ബ്രൂണോ എന്നാണ്. ഞാൻ പേര് മാറ്റിയില്ല. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് 21 വർഷങ്ങളായിട്ട് ജനങ്ങളെ കോഴി തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന പോലെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മൈനോഷ്യൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. 21 വർഷങ്ങളായിട്ട് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത്രത്തോളം ജനങ്ങളെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സ്നേഹിക്കുന്ന ഒരു മാനേജ്മെന്റിനെ പുറത്ത് കാണാൻ പറ്റുമോ? നമ്മൾ എന്തുമാത്രം വാർത്തകൾ കേൾക്കുന്നു പല സ്ഥലത്തും. ആ കമ്പനിയിൽ പ്രശ്നം, ഈ കമ്പനിയിൽ പ്രശ്നം, ഈ കമ്പനി കാണാനില്ല, ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഈ കമ്പനി പൂട്ടിപ്പോയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. മൈനോഷ്യൽ മാർക്കറ്റിംഗ് കമ്പനി അപ്പോഴും ഹിമാലയം നിൽക്കുന്നത് പോലെ നിൽക്കുന്നില്ലേ ഇവിടെ? ഇത്രയും നല്ലൊരു മാനേജ്മെന്റും ഇത്രയും നല്ലൊരു ബിസിനസ്സും ഒരിക്കലും കിട്ടില്ല. ഇന്ന് എന്റെ അതേ കൂട്ടുകാരൻ അതേപോലെ ലുങ്കി കൊടുത്ത് അതേ കൽവെട്ടില് ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ എന്നെ വിശ്വസിച്ച 2 പേരും ഇന്ന് കോടീശ്വരന്മാരാണ്. ഒരാള് വേൾഡ് ടീം കോർഡിനേറ്റർ, ഒരാള് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ, പ്ലാറ്റിനം എക്സിക്യൂട്ടീവ് ആണ്. 2 പേരും ഈ ബിസിനസ്സിലൂടെ 10 കോടി രൂപയിൽ കൂടുതൽ സമ്പാദിച്ചു. കളിയാക്കിയ കൂട്ടുകാരൻ എന്ത് കിട്ടി നിങ്ങൾ പറ. അപ്പൊ ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമ്മളെ തിരസ്കരിക്കുന്നവരോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. അവര് വന്നില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്ലാൻ പറഞ്ഞു ഒരു വ്യക്തി ഈ ബിസിനസ്സിൽ വന്നില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കല്ല അവർക്കാണെന്നുള്ള ചിന്ത മാത്രം നമുക്കുണ്ടായാൽ മതി. കാരണം ഈ ഭൂമിയിൽ നല്ല ജീവിതം ജീവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇല്ലാതെ പോയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമുക്ക് വേണ്ടി 2 പേര്
തീർച്ചയായിട്ടും കാണും. പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക, ബിസിനസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ആരെയൊക്കെ കാണുന്നോ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ടോപ്പ് ലീഡേഴ്സിനുള്ള ഒരു ക്വാളിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. അവരെന്നും ഒരാളെ കാണുമ്പോ പ്ലാൻ പറയുന്നവരായിരിക്കും. നിങ്ങൾ ആരെ വേണമെങ്കിലും നോക്കിക്കോ, ഏത് ടോപ്പ് ലീഡറെ വേണമെങ്കിലും നോക്കിക്കോ. ഈവൻ മുബീൻ മുഹമ്മദ് സാറിനെ വരെ നോക്കിക്കോ. ഇന്നും ഒരു വ്യക്തിയെ കണ്ടാൽ അവര് പ്ലാൻ പറയുന്നവരായിരിക്കും. അവരതിനെ കുറിച്ച് നാണിക്കാറില്ല. എന്തുകൊണ്ടാണ് പല ലീഡേഴ്സും 2 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, 3 ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, 4 ലബ് ഡെവലപ്പ് ചെയ്യുന്നു, പ്ലാറ്റിനം എക്സിക്യൂട്ടീവ് ആവുന്നു, ഡയമണ്ട് ആവുന്നു, റോയൽ ഡയമണ്ട് ആവുന്നു, 10 ID ബിൽഡ് ചെയ്യുന്നു? ഇയാൾക്ക് കിട്ടിയത് പോരാ, 10 ID ഇയാൾക്ക് ബിൽഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്ര വലിയ ലീഡർ ആണെങ്കിലും പുതിയ ഒരു ID ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം അനുഭവിച്ചാലേ പറ്റും. അതാണ് നമ്മുടെ ബിസിനസിന്റെ പ്രത്യേകത. എത്ര വലിയ ലീഡർ ആണെങ്കിലും പുതിയ ഒരു ID ബിൽഡ് ചെയ്യണമെങ്കിൽ ഇന്ന് ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അനുഭവിക്കണം. വീണ്ടും എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത്? ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് 15 കോടി 20 കോടിയും 50 കോടിയും സമ്പാദിച്ച ലീഡേഴ്സ് പോലും ദിവസം ഒരാളോട് പ്ലാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് പറഞ്ഞുകൂടാ? എന്തിനു വേണ്ടി നമ്മൾ നാണിക്കണം? പല ആൾക്കാർക്ക് നാണമാണ് പ്ലാൻ പറയാൻ, പല ആൾക്കാർക്കും മടിയാണ് പ്ലാൻ പറയാൻ. പലപ്പോഴും നമ്മളൊരു സ്ക്രീനിങ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടേ ഒരാളോട് പ്ലാൻ പറയൂ. ഒരാൾ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മൾ എക്സാം ചെയ്യണം. അയാളോട് പറയണം, ഇപ്പൊ പറയണം, എന്ന് പറയണം, ഏത് സമയം പറയണം, ഇനിയിപ്പൊ പറഞ്ഞാൽ കേൾക്കുവോ, നീ കേട്ടാ ബിസിനസ് തുടങ്ങുവോ, നീ തുടങ്ങിയാലും ഇയാൾ ചെയ്യോ? എന്തിനാണ് ഈ എക്സാമിനേഷൻ? മുബീൻ മുഹമ്മദ് സാറിന് മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് പ്ലാൻ പറയാൻ നാണമില്ല. മനോജിന് മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് ഒരാളോട് പറയാൻ നാണമില്ല. അനൂപ് സാറിന് നാണമില്ല, അനീഷ് സാറിന് നാണമില്ല. പിന്നെ എന്തിനു നമ്മൾ നാണിക്കണം? തമിഴിൽ ഒരു ചൊല്ലുണ്ട്, മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസിനെ പറ്റി പുരിന്തവങ്ങൾക്ക് ഇതൊരു പുതയൽ, പുരിയാതവങ്ങൾക്ക് ഇതൊരു പുതിർന്ന് പറയും തമിഴില്. അതായത് ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഇതൊരു നിധിയാണ്, മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് ഇതൊന്നും ഒരു സംശയമാണ്. നിങ്ങൾ ഈ ബിസിനസിനെ സംശയത്തോടു കൂടി കാണുന്നോ, നിധിയായിട്ട് കാണുന്നോ എന്നുള്ളതാണ് വ്യത്യാസം. സംശയത്തോടെ കാണുന്ന വ്യക്തിയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ ചിന്ത മാറ്റൂ, ഇതിനൊരു നിധിയായിട്ട് കാണും. നിധി കണ്ട എന്താ ചെയ്യാ? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്, നിങ്ങളുടെ പറമ്പിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പറമ്പിന്റെ മൂലയ്ക്ക് ഏതോ ഒരു മൺകലം പോലെ ഒരു സാധനം ചുറ്റിയെടുത്ത് ഒരു അടി കൊടുത്തപ്പോ ആ മൺകലം പൊട്ടി. അതിൽ മുഴുവൻ രത്നങ്ങളും വൈരങ്ങളും, അത് മുഴുവൻ നിങ്ങൾ എടുത്തു. പിന്നെ നോക്കിയപ്പോ പറമ്പ് മുഴുവൻ അതുപോലെയുള്ള മൺപാത്രം. എന്ത് ചെയ്യും? ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്റെ പൊന്നെ? ഞാൻ എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ? നമ്മൾ ശരി, ഞാൻ 2 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുമോ? നിധി കണ്ടു കഴിഞ്ഞാല് ഇല്ല. അതുപോലെ ആയിരിക്കണം മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് കിട്ടിക്കഴിഞ്ഞാല്. നിധി കിട്ടിയവന്റെ ചിന്ത വേണം മൈലേഷണൽ മാർക്കറ്റിംഗ് ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ. ഈ ബിസിനസിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങില്ല. ഞാൻ പറയാം, ഉറങ്ങാൻ കഴിയില്ല. ഇതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറങ്ങാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഉറങ്ങാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ലീഡേഴ്സ് ഇത്രയും ഹാർഡ് വർക്കിംഗ് ലീഡേഴ്സ് ആയിട്ട് മാറിയത്. എന്താണ്? ഇതിന്റെ അവസരങ്ങൾ അവർക്ക് അറിയാം, ഇതിന്റെ സാധ്യതകൾ അറിയാം. ഇതുപോലൊരു തൊഴിൽ ഈ ഭൂമിയിൽ വേറില്ലെന്നറിയാം. ഒന്ന് പറ, ഇതുപോലൊരു തൊഴിൽ വേറെ ഉണ്ടോ ഈ ലോകത്ത്? ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു ബിസിനസ്. എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളുടെ മുകളിൽ 10 പേര്, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ 10 പേര്, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളെക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള 10 പേര്, നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങളുടെ സബോർഡിനേറ്റ് ആയിട്ടുള്ള 10 പേര്. ഇങ്ങനെയുള്ള ഒരു ബിസിനസ് നിങ്ങൾ എനിക്ക് പറഞ്ഞതാ, ഒരു ബിസിനസ് നിങ്ങൾ പറഞ്ഞതാ. പല ആൾക്കാർക്കും ഈ ബിസിനസിന്റെ വില മനസ്സിലാവുന്നില്ല. അതാണ് സത്യം. കാരണം എന്താ അറിയോ? ഇത് വെറുതെ കിട്ടിയതല്ലേ. വെറുതെ കിട്ടിയതിന് എന്തിനാ വില കൽപ്പിക്കണം? വെറുതെ കിട്ടുന്നത് എന്തിനാ നമ്മൾ വില കൽപ്പിക്കാറില്ല? ഈ ചീരയൊക്കെ വീടിന് മുൻപിലൂടെ ഓട്ടോയിലോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ, ഉന്ത് വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് ചീര വിൽക്കുമ്പോ 25 രൂപ പറഞ്ഞാൽ അയാളോട് നമ്മൾ ഇഷ്ടം പോലെ തർക്കിക്കും. ഈ എന്താ ചീരക്ക് 25 രൂപ, 10 രൂപയ്ക്ക് തന്നുകൂടെ? ഇതിലെന്താ ഇലയിൽ ഓട്ട?
നമ്മൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ തർക്കിക്കും. കാരണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നതല്ലേ, വേണമെങ്കിൽ താ അല്ലെങ്കിൽ പോ. പക്ഷെ ബീവറേജിൽ പോയിട്ട് ഒരാളും വില തർക്കിക്കുന്നത് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബീവറേജിൽ പോയിട്ട് ആരെങ്കിലും വില തർക്കിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ കുറെ പേര് ഇപ്പൊ മെസ്സേജ് അയക്കും, ഞങ്ങൾ പോകാറില്ല എന്ന്. ശരി, ഓക്കെ. അപ്പൊ പോകുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ആരും ബീവറേജിൽ പോയിട്ട് വില തർക്കിക്കാറില്ല. കാരണം എന്താ അറിയോ? അവിടെ നമ്മൾ പോയിട്ട് ക്യൂ നിന്ന് വാങ്ങുകയാണ്, നമ്മൾ തർക്കിക്കില്ല. ഇവിടെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരികയാണ് ചീര, നമ്മൾ തർക്കിക്കും. അത് തന്നെയാണ് ഈ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇത് നമ്മുടെ കയ്യിൽ ഒരാൾ കൊണ്ടുവന്ന് തന്നതുകൊണ്ട് തന്നെ ഈ തന്ന ആളോട് ദേഷ്യപ്പെടുക, തന്ന ആള് ഫോൺ ചെയ്ത് എടുക്കാതിരിക്കുക, തന്ന ആളെ ക്വസ്റ്റ്യൻ ചെയ്യുക, തന്ന ആള് ഭീകരനായിട്ട് കാണുക, അതല്ല കാണേണ്ടത്. ഇത് ദൈവമായിട്ട്, ദൈവദൂതനെ പോലെ ഒരാൾ നിങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ടുവന്ന് തന്നതായിട്ട് വേണം കാണാൻ. ദൈവദൂതനായിട്ട് ഒരാളെ അയച്ചതായിട്ട് വേണം കാണാൻ. കാരണം ദൈവത്തിന് ഓപ്പർച്യൂണിറ്റി തരാനേ പറ്റുള്ളൂ. അത് നമ്മൾ എടുക്കേണ്ടത് നമ്മളാണ്. ഈ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ്. തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുക, പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എത്ര പേര് ബിസിനസ്സിൽ വരുന്നോ വരില്ലേ, അത് നമ്മുടെ മാനദണ്ഡമേ ആവാൻ പാടില്ല. പ്ലാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജോലി. ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു ദിവസം 10 പേരോടെങ്കിലും പ്രോഡക്റ്റ് സംസാരിച്ചിരിക്കണമെന്നാ പറയാം. ഒരു ദിവസം 10 പേരോടെങ്കിലും നിങ്ങൾ പ്രോഡക്റ്റ് സംസാരിച്ചിരിക്കണം. ഞങ്ങൾ സംസാരിക്കാറുണ്ട്. 2 പേരോടെങ്കിലും പ്ലാൻ പ്രസന്റ് ചെയ്യണം. നിങ്ങൾ ഈ ബിസിനസ്സിൽ 100% ശൈലേഷ് സാറിനെ പോലെ ടോപ്പ് ലീഡേഴ്സിനെ പോലെ വരുന്ന ലീഡറായിട്ട് മാറും. 10 പേരോട് പ്രോഡക്റ്റ്, 2 പേരോട് ബിസിനസ് പ്ലാൻ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. റിസൾട്ടിനെ കുറിച്ച് വിഷമിക്കല്ലേ. എന്താണ് റിപ്ലൈ വരുന്നത് അതിനെ കുറിച്ച് ബോധേടാവേണ്ട കാര്യമേ ഇല്ല. സംസാരിക്കുന്നത് നമ്മുടെ ജോലി, ബാക്കി വരേണ്ടത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേരോട് പറഞ്ഞു അത് കണക്ക് വെക്കരുത്. മാക്സിമം പറ്റാവുന്ന ആൾക്കാരോട് മുഴുവൻ ബിസിനസ് പറയാ, പരമാവധി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ടീമിൽ കൊണ്ടുവരിക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ പരിചയപ്പെടുത്തിയ ഒരു ജീവി ഇവിടെ കാണും. ആരാണ് ജീവി? നമ്മുടെ ഭാഷയിൽ അപ്ലൈൻ ലീഡർ എന്ന് പറയുന്ന ഒരു ജീവി. ഈ ലോകത്തിലെ ഏറ്റവും ഒരു സാധു ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിസിനസ് തന്നിട്ടുള്ള അപ്ലൈൻ എന്ന് പറയുന്ന ജീവിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും സാധുവായിട്ടുള്ള ജീവി. കാരണം എന്താ അറിയോ? ഒരു ബിസിനസ് അവസരം കൊടുക്കുകയും വേണം, വായിലുള്ള തെറികൾ കേൾക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ലീഡർമാർ. കാരണം നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയ ശേഷം ചില ആൾക്കാരോട് ബിസിനസ് പറയുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്കൊരു ദേഷ്യം വരും. ആദ്യം ആരോടെ ദേഷ്യം വരിക എന്ന് അറിയോ? നമ്മളെ ഈ പരിചയപ്പെടുത്തിയ ആളോട്. പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അപ്പൊ നമുക്കൊരു ദേഷ്യം വരും. സമാധാനം. സനൂപ് സാറ് മെസ്സേജ് അയക്കുന്നത് സത്യമാണ്. ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ ആളോടാണ് ആദ്യം നമുക്ക് ദേഷ്യം വരിക. സമാധാനമായിട്ടിരുന്ന ആളിനെ, ആ കമ്പനി, ഈ കമ്പനി, ആ ബിസിനസ് തേങ്ങ കൊല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ബിസിനസ്സിൽ കൊണ്ടുവന്ന് ഇപ്പൊ നാട് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ആരോടാണ് ആദ്യം ദേഷ്യം വരിക? നമ്മുടെ അപ്ലൈൻ ലീഡറിനോട്, പരിചയപ്പെടുത്തിയ ആളോട്. വീണ്ടും ശരി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ട്രൈ ചെയ്തിട്ട് വീണ്ടും നടന്നില്ലെങ്കിൽ പിന്നെ കമ്പനിയോടാവും ദേഷ്യം. കുഞ്ചൻ പേര് പറഞ്ഞ പോലെ ആരിസം തീരാതെ അടുത്ത കമ്പനിയോട് ദേഷ്യം വരും നമുക്ക്. എന്ത് കമ്പനിയാ അത്? തേങ്ങ കമ്പനി. പ്രോഡക്റ്റും ശരിയല്ല, കമ്പനി ശരിയല്ല, ഈ പരിപാടി നമുക്ക് സെറ്റ് ആവില്ല. പിന്നെയും ട്രൈ ചെയ്തിട്ട് നമുക്ക് നടന്നില്ല. അവസാനം ഒരാളോട് ദേഷ്യം വരും. ആരോടറിയോ? സ്വയം തന്നോട് തന്നെ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ ബുദ്ധി എവിടെ പോയിടോ, ഇത് തുടങ്ങാൻ പാടില്ലായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് സ്വയം നമ്മളോട് തന്നെ ദേഷ്യം വരും. അപ്പോ ഏറ്റവും ഈസി ആയിട്ട് ചീത്ത വിളിക്കാൻ പറ്റിയ ഒരാളാണ് നമ്മളെ ബിസിനസ് പരിചയപ്പെടുത്തിയ ആള്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ് അദ്ദേഹം തന്നില്ലായിരുന്നെങ്കിൽ, ഈ ഒരു ബിസിനസ് നമുക്ക് അവസരം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും വലിയൊരു സ്വപ്നം നമുക്ക് കാണാൻ പറ്റുമായിരുന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം മാറി. ഈ ബിസിനസ്സിൽ വന്ന ഡേ 1 മുതൽ നമ്മുടെ ക്യാരക്ടർ മാറുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയുന്നില്ലെന്ന് മാത്രം. ഡേ 1 മുതൽ നമ്മുടെ ക്യാരക്ടർ മാറുന്നുണ്ട്. എങ്ങനെയാ മാറുക? പല സമയത്തും ഈ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് നേരത്തെയുള്ള നമ്മൾ എങ്ങനെയായിരുന്നു? കല്യാണത്തിന് പോകും, പരിചയമുള്ള 2 പേരോട് സംസാരിക്കും,
സദ്യ കഴിക്കും, ആശീർവദിക്കും, നമ്മൾ തിരിച്ചു വരും. ഇതായിരുന്നു പൊതുവെ കല്യാണത്തിന് പോയാലുള്ള ക്യാരക്ടർ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മുഹൂർത്തത്തിന് മുൻപേ പോയിട്ട് എല്ലാ സദ്യയും കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് കല്യാണ വീട്ടിൽ നിന്ന് നമ്മൾ വരുന്നത്. ആരെ കണ്ടാലും ചിരിക്കാതെ നമ്മള് ഇപ്പോ വടകരയില് നിൽക്കുന്ന ഷാഫി പറമ്പിലെ പോലെയാണ് കാണുന്ന എല്ലാരോടും നമ്മൾ എന്ത് ചെയ്യും? പരിചയമുണ്ടോ പരിചയമില്ലേ, നമ്മൾ കാണുന്ന എല്ലാവരോടും ചിരിക്കും. പറ്റിയ 2 ഫോൺ നമ്പർ വാങ്ങാനായിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിച്ചിട്ടേ വരാറുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ പെരുമാറ്റം എന്തായി? ഒരുപാട് മാറി. പക്ഷെ നമുക്ക് അറിയാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന മാറ്റങ്ങളാണ്. മൈലേഷ്യൽ മാർക്കറ്റിംഗ് ബിസിനസ്സിൽ കുറെ കാശ് കിട്ടും, കുറെ പണം കിട്ടും എന്ന് മാത്രമല്ല, എൻ്റെ നമ്മുടെ ക്യാരക്ടർ തന്നെ മാറും. ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ മാറുന്നതോട് കൂടിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ സ്വഭാവം മാറും, നമ്മുടെ തലമുറയുടെ സ്വഭാവവും മാറും. ആരോട് എങ്ങനെ സംസാരിക്കണം നോക്കൂ. നിങ്ങൾക്ക് എത്ര ട്രെയിനിങ് പ്രോഗ്രാം കിട്ടി? ആരോട് എന്ത് പറയണം, ആരോട് എന്ത് പറയാൻ പാടില്ല, നമ്മളുടെ എൻ്റയർ ക്യാരക്ടറിനെ തന്നെ മാറ്റിയില്ലേ ഈ ബിസിനസ്. അതാണ് നമുക്ക് ഈ ബിസിനസ്സിൽ പ്രവേശിക്കുന്നതും അതിനപ്പുറവും മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് കിട്ടും. പിന്നെയുള്ളൊരു പ്രശ്നം, സ്റ്റാർട്ടിങ്ങില് ഞാനൊക്കെ ബിസിനസ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ലീഡേഴ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ആൾക്കാരുണ്ടായിരുന്നില്ല. ഒരു സിറ്റുവേഷൻ, ഞങ്ങളുടെ ലീഡേഴ്സ് മലയാളീസ് ആയിരുന്നു. ഞങ്ങൾ തമിഴ്നാട്ടിലാണല്ലോ ബിസിനസ് ചെയ്തത്. അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ലീഡേഴ്സ് കേരളത്തിൽ നിന്ന് വന്നിട്ട് വേണം. അപ്പൊ കേരളത്തിൽ നിന്ന് വരുന്ന ലീഡേഴ്സിന് തമിഴാണെങ്കിലും അറിയാനും പാടില്ല. അപ്പൊ തമിഴ് അറിയാൻ പാടാത്തത് കൊണ്ട് അവിടെ വരുന്ന സമയത്ത് പല വാക്കുകളും തെറ്റി പറയാറുണ്ട്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ട് തന്നെ പരമാവധി ലീഡേഴ്സിനെ ഉപയോഗിക്കാറില്ല. എങ്കിലും ചില ട്രെയിനിങ് പ്രോഗ്രാമുകൾക്കൊക്കെ ലീഡേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ബിസിനസ് ചെയ്തത്. ഒരു സുപ്രഭാതത്തില് ഇത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം മലയാളീസ് പൊതുവെ മെച്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോ ഈ ലീഡേഴ്സിനെ കാണാനില്ല. ഞങ്ങളവിടെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടീം കോർഡിനേറ്ററോ ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ ആ റേഞ്ചിൽ അന്ന് ആ റാങ്ക്, ഈ പേരിൽ റാങ്ക് അല്ലെങ്കിലും ഏകദേശം ആ റേഞ്ച് പൊസിഷനിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ലീഡേഴ്സിനെ കാണാനില്ല. പിന്നെ ഞങ്ങൾക്കുള്ള ലീഡർ എന്ന് പറയുന്നത് റെന്നി വർഗീസ് സാറാണ്. അദ്ദേഹമാണ് പിന്നീടുള്ള ലീഡർ. ഈ റെന്നി വർഗീസ് സാർ ആരാണെന്ന് അറിയോ? മുബീൻ സാറിന്റെ അപ്ലൈനാണ്. മുബീൻ സാറിനെ കാണുന്നത് തന്നെ ദൈവത്തെ കാണുന്ന പോലാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ അമേരിക്കയിലോ എങ്ങാണ്ടാണ് 6 മാസം ദുബൈയിലും 6 മാസം അമേരിക്കയിലും 3 ദിവസം ഇന്ത്യയിലാണ്. ഇതാണ് ഇപ്പൊ മുബീൻ സാറിന്റെ അവസ്ഥ. അപ്പൊ മുബീൻ സാറിനെ കാണുന്നത് തന്നെ ദൈവത്തെ കാണുന്ന പോലെ ആയതുകൊണ്ട് മുബീൻ സാറിന്റെ അപ്ലൈനെ കാണുന്നത് അപ്പൊ എങ്ങനെയായിരിക്കും? അപ്പോ ആകെയുള്ള ഒരു അപ്ലൈൻ റെന്നി വർഗീസ് സാറാണ്. അദ്ദേഹം ആണെങ്കിൽ നമ്മൾ ഏണി വെച്ചാൽ പോലും എത്താത്തത്രയും ദൂരത്തുള്ള ഒരു ലീഡറും. അപ്പൊ ലീഡേഴ്സിനെ കാണാനില്ല. എന്താണെന്ന് അന്വേഷിച്ചപ്പോ ഈ ലീഡർമാര് ചാടി വേറെ മണി ചെയിൻ ബിസിനസ്സിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത്. കാരണം നമ്മളൊരു ലീഡർ എങ്ങനെയാ കാണുക? ഒരു ദൈവത്തിനെ പോലെ, നമ്മുടെ സംരക്ഷകനെ പോലെയാണല്ലോ ഒരു ലീഡറിനെ കാണുക. അങ്ങനെയുള്ള ലീഡർ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറയാണ്, അതെ ഞങ്ങൾ ഈ കമ്പനി വിട്ടുട്ടോ. സാർ എന്തു പറ്റി സാർ? അത് ഇവിടെ എത്ര വർക്ക് ചെയ്താലും 2 ലക്ഷമല്ലേ കിട്ടുള്ളൂ. വേറൊരു കമ്പനി ഉണ്ട്, ആഴ്ചക്ക് 20 ലക്ഷം കിട്ടും. അപ്പോ ആ 20 ലക്ഷം കിട്ടുന്ന കമ്പനിയാണ് ബെറ്റർ. ഇപ്പോ ഞങ്ങൾ ആ കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, സാറേ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സാറേ, ചതിയല്ലേ. നമ്മളെ വിശ്വസിച്ച് കുറെ പേര് വന്നതല്ലേ. നമുക്ക് ഈ ബിസിനസ് ആത്മാർത്ഥമായിട്ട് എത്ര ആൾക്കാരോട് പറഞ്ഞതാണ്, ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, മരിക്കുന്നത് വരെ ഞങ്ങൾ ഈ ബിസിനസ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. പിന്നെ എന്തുകൊണ്ട് സാർ ഇങ്ങനെ മാറ്റം? അതെ, ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ മാറണം. നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോയിട്ട് വേറെ ബിസിനസ് ചെയ്യാം. അപ്പോ അങ്ങനെ സാർ ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞു. പിന്നീട് 3 ദിവസം ഞങ്ങളുടെ പഴയ ലീഡേഴ്സ് എന്ന് പറയുന്ന പുതിയ ദ്രോഹികൾ നമ്മുടെ വീട്ടിൽ വന്ന് പോലും സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ ബിസിനസ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം ഇതാണ് വലിയ ബിസിനസ് എന്ന് പറഞ്ഞു നടന്ന ആൾക്കാർ ഒറ്റ ദിവസം കൊണ്ട് മാറി. ഞങ്ങൾക്കതൊരു വലിയ ഷോക്കായിരുന്നു. ഇവിടെ നിൽക്കണ്ട, പുതിയ കമ്പനിയിലേക്ക് വാ, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ടോപ്പ് ലീഡർ ആക്കാം. അപ്പോ എന്റെ ചേട്ടനായിട്ടുള്ള മോഹനൻ അദ്ദേഹം പറഞ്ഞത്, സാർ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. തിരിച്ച് നിങ്ങൾ വേറൊരു ബിസിനസ്സിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു. വരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ല, പക്ഷെ 100-150 ആൾക്കാർ ഞങ്ങളുടെ ടീമിൽ വന്നു സാർ. അവരോട് ഞങ്ങൾ എന്ത് മറുപടി പറയും? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, അവരുടെ കാര്യം അവർ നോക്കിക്കോളും, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ വാ. ആ ഒരു വർത്തമാനം എന്റെ ചേട്ടന് മോഹൻ സാറിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സാർ
ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ചത്താലും ഇവിടുന്ന് ഞാൻ വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്തോളൂ, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞ് അന്ന് പിരിഞ്ഞതാണ്. പിരിഞ്ഞ ശേഷം ഞങ്ങളുടെ ഒരു ചെറിയതായിട്ടുള്ള ഒരു ടീമിനെ വിളിച്ചു വരുത്തി. ഒരു 10-25 പേര് മാത്രമേ അന്ന് മീറ്റിംഗ് വിളിച്ചാൽ വരുള്ളൂ. അങ്ങനെ അവരെ വിളിച്ചു വരുത്തി അവരോട് കാര്യം ബോധിപ്പിച്ചു. നമ്മുടെ ലീഡേഴ്സ് ഇതുപോലെ വലിയൊരു പണി തന്നിട്ട് മണി ചെയിൻ ബിസിനസ്സിലേക്ക് പോയി. അന്ന് അപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമായി. ഇനി നമുക്ക് ആരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ, ആരുണ്ട് ലീഡറായിട്ട്? അപ്പൊ തിരിച്ച് മോഹനൻ സാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നും എന്റെ ചെവിയിൽ ഒലിക്കുന്നൊരു വാക്ക്, ഇനി നമുക്ക് അപ്ലൈൻ ഇല്ല, നമ്മുടെ അപ്ലൈൻ മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയാണെന്ന്. ഇന്ന് വരെ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വരെ ഞങ്ങൾ ഇന്നും മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയെ അപ്ലൈൻ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് വേറൊരു അപ്ലൈൻ ഇല്ല. പല ആൾക്കാർക്കും അപ്ലൈൻ കൂടുതലുള്ളതാണ് പ്രശ്നം. എന്ത് അപ്ലൈൻ? 10 അപ്ലൈനാണ് ഒരു ലീഡർക്ക് ഉള്ളത്. ഇപ്പോ 10 വെറൈറ്റി അപ്ലൈന്മാരാണ്. ഒരു ടീം കോർഡിനേറ്റർ ഒരു അപ്ലൈൻ, DTC വേറെ അപ്ലൈൻ, ZDC ഒരു അപ്ലൈൻ, അതിന്റെ മുകളിൽ STC, RTC, NTC, CTC, ITC വരെ. ഒരു ITC ലീഡറാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ശൈലേഷ് സാർ, സാറിന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തേണ്ട ഒരു ആവശ്യമേ ഇല്ല. പക്ഷെ സാർ ഒരു പ്രോഗ്രാം നടത്തുന്നു. അപ്പൊ എന്താണ്? നമുക്ക് ഇഷ്ടം പോലെ അപ്ലൈന്മാരാണ്. അതാണ് പല ആൾക്കാരുടെയും പ്രശ്നം. എന്താ അറിയോ, ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, താങ്ങുന്നിടത്തേ തളരുള്ളൂ എന്നുള്ളത്. ഈ വാഴയ്ക്ക് മുട്ട് കൊടുക്കാറുണ്ടല്ലോ, വാഴ കുലച്ച സമയത്ത് നമ്മൾ ഈ താങ്ങ് കൊടുക്കും. വാഴ കൃഷി ചെയ്തവർക്ക് അറിയാം. ഈ താങ്ങ് കൊടുത്തിട്ട് ആ വാഴ ഒടിയാണെങ്കിൽ എവിടെയാണോ താങ്ങ് കൊടുത്ത് അവിടെയാണോ ഒടിയ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ താങ്ങ് കൊടുത്ത ഭാഗമാണ് പൊട്ടുക. കാരണം എന്താണ്? താങ്ങാൻ കൂടുതൽ ആളുണ്ടെങ്കിൽ പലപ്പോഴും ക്ഷീണിക്കാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ കമ്പനി വിട്ടുപോയ ഒരു ലീഡർ ഞങ്ങളെ കാണാൻ വന്നു. കാരണം ഇതുപോലൊരു സിറ്റുവേഷൻ ഒരു പക്ഷേ നമുക്ക് ലൈഫിൽ വരാം. ആ സമയത്ത് പതറരുത് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് പോയല്ലോ, ഒരാഴ്ചയിൽ 20 ലക്ഷം സമ്പാദിക്കാൻ പറ്റുന്ന ബിസിനസ് ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. അപ്പോ പോയത് മാത്രമല്ല, ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിനെ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി ഫോണില്. അവിടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ലക്ഷാധിപതിയാക്കാം, കോടീശ്വരനാക്കാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ പോലും ഞങ്ങളുടെ ലീഡറെ കൊണ്ട് വേറെ കമ്പനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവരും പറഞ്ഞു ചത്താലും ഞങ്ങൾ ഇവരുടെ കൂടെ ബിസിനസ് ചെയ്യുമെന്ന്. അത്രത്തോളം കെട്ടുറപ്പോട് കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബിസിനസ് ചെയ്തു. പിന്നീട് പുറത്തുപോയ ലീഡർ ഞങ്ങളെ കാണാൻ വന്നു. ഒരാഴ്ച 7 ലക്ഷം രൂപ കിട്ടിയെന്നും പറഞ്ഞു. അദ്ദേഹം പോക്കറ്റിൽ 4 സ്വർണ്ണ ബിസ്ക്കറ്റുമായിട്ടാണ് ഞങ്ങളെ കാണാൻ വന്നത്. ആ സ്വർണ്ണ ബിസ്ക്കറ്റ് മുമ്പിലേക്ക് ഇട്ടുകൊണ്ട് പറയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച സമ്പാദിച്ച കാശ് കൊണ്ട് വാങ്ങിയതാണ്, ഇനിയും ആലോചിക്കല്ലേ എന്ന്. എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറ? പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞത്, സാർ ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ് തന്നു, ഏറ്റവും നല്ലൊരു കമ്പനിയെ പരിചയപ്പെടുത്തി, ആ ബന്ധത്തിന്റെ പേരിൽ ചായ കുടിച്ചിട്ട് പൊയ്ക്കോളൂ എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത്. വേറൊന്നും സംസാരിച്ചില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞുപോയി. സത്യം മാത്രമേ എന്നും വിജയിക്കൂ എന്ന് പറയുന്നത് നുണയല്ല. കാലങ്ങൾ, ഈ സംഭവം നടന്നിട്ട് ഏകദേശം 14 വർഷങ്ങളായി. ഈ സംഭവം നടന്നിട്ട് ഏകദേശം 14 വർഷങ്ങളായി. അന്ന് ഞങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 5000, ഒരാഴ്ചയിൽ 8000. പക്ഷെ ഈ 14 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങളോട് ചലഞ്ച് ചെയ്തിട്ട് പോയ വ്യക്തി, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു ആഴ്ചയിൽ 20 ലക്ഷം സമ്പാദിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ വാഴത്തോട്ടത്തിൽ പണിയെടുക്കുക. എനിക്കത് പറയാൻ വിഷമമുണ്ട്. കാരണം ഒരു കാലത്ത് ഞങ്ങളുടെ ലീഡറായിരുന്നു. ഇന്ന് വാഴത്തോട്ടം പാട്ടത്തിനെടുത്തിട്ട് വാഴ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആ കമ്പനിയിൽ പോയി കുറച്ച് കാശ് സമ്പാദിച്ചു. നിങ്ങൾക്കറിയാലോ, മണി ചെയിൻ കമ്പനികൾക്ക് അധിക കാലമില്ല. അത് മഴക്കാലത്ത് വരുന്ന കൂട് പോലെയും ഇയാമ്പാറ്റ പോലെയാണ്. നമുക്ക് ഒരുപാടുള്ള പോലെ തോന്നും, പക്ഷെ അതേ ദിവസം നമുക്കത് കാണാനായിട്ട് കഴിയില്ല. അതൊരു മണി ചെയിൻ കമ്പനി ആയിരുന്നു. ആ ബിസിനസ്സിൽ ഏകദേശം 18 കോടി രൂപയോളം അദ്ദേഹം കളക്ട് ചെയ്ത് കൊടുത്തു. 18 കോടി രൂപ കളക്ട് ചെയ്ത് കൊടുത്തു. അത് കേസായി. അവസാനം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റിട്ട് 4 കോടി രൂപയോളം അദ്ദേഹം സെറ്റിൽ ചെയ്തു. അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്ത് മുഴുവൻ വിറ്റിട്ടാണ് അദ്ദേഹം ആ കേസ് ഒന്നും തീർത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മണി ചെയിൻ ബിസിനസിനെ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരുടെ അവസ്ഥ. കാരണം എല്ലാവരും കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങുകയാണ്. 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 30 ലക്ഷം. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ഉണ്ടോ? എന്തെങ്കിലും റിസ്ക് ഉണ്ടോ നമുക്കിവിടെ? ഒരു റിസ്കും ഇല്ലല്ലോ. 10,000 രൂപ ഒരാൾ
തന്നു, 10,000 രൂപയുടെ പ്രോഡക്റ്റ് കൊടുത്തു, പ്രശ്നം കഴിഞ്ഞു. പക്ഷെ പല തെറ്റായിട്ടുള്ള ബിസിനസ്സുകളിലും അതല്ല. 10 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിച്ച് സ്വത്ത് വിറ്റിട്ടാണ് അദ്ദേഹം സെറ്റിൽ ചെയ്തത്. അവസാനം സ്വത്ത് മുഴുവൻ പോയി വേറൊരു കമ്പനിയിലേക്ക് ചാടി. ആ കമ്പനിയിലും ഇത് തന്നെ അവസ്ഥ. ആ കമ്പനി പൂട്ടി വേറൊരു മണി ചെയിൻ കമ്പനിക്ക് പോയി. അങ്ങനെ 10ഓളം മണി ചെയിൻ കമ്പനികൾ അദ്ദേഹം ചെയ്തു. പക്ഷെ അവസാനം പറഞ്ഞത് എന്താ അറിയോ? ഒരു കല്യാണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാനിടയായി. അദ്ദേഹം ഞങ്ങളെ കണ്ടാൽ ഓടി ഒളിക്കാറുള്ളത്, എവിടെ കാണുമ്പോഴും ഓടി ഒളിക്കാറുണ്ട്. അപ്പൊ ഒരു കല്യാണ വീട്ടിൽ പെട്ടെന്ന് മുമ്പിൽ എത്തിപ്പെട്ടു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ മനോജെ? 10-13 കമ്പനികള് ഞാൻ ഈ 14 വർഷങ്ങൾ കൊണ്ട് ചെയ്തു. പക്ഷെ മൈലേഷ് സ്റ്റീൽ പോലൊരു കമ്പനി ഈ 14ലും എനിക്ക് കാണാൻ പറ്റിയില്ലടോ എന്നാ പറഞ്ഞു. നിങ്ങൾ പറ, അന്ന് ചത്താലും ഇവിടെ നിൽക്കുമെന്ന് തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇന്ന് എന്റെ കുടുംബത്തിലേക്ക് ഒരു മാസം വരുന്ന വരുമാനം 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് മൈലേഷ് മാർക്കറ്റ് ബിസിനസ്സിലൂടെ. എന്റെ സഹോദരൻ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡോക്ടർ മോഹനൻ, എന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ, വേറൊരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ. ആലോചിച്ച് നോക്കി. അന്ന് 5000 രൂപ വരുമാനം ഉള്ളപ്പോഴാണ് കോടികൾ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഓഫർ വന്നത്. വിശ്വസിച്ച് പോയിരുന്നെങ്കിലോ അദ്ദേഹം വാഴത്തോട്ടത്തിന്റെ മുതലാളിയും ഞാൻ വാഴത്തോട്ടത്തിന് വളമിടുന്ന ആളായും മാറിയനെ. അത്രയല്ലേ ആവാൻ പറ്റൂ. പക്ഷെ ഇന്ന് മൈലേഷ് മാർക്കറ്റ് ബിസിനസിനെ വിശ്വസിച്ച് നിന്നതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ എന്ന് പറ. ഡിയർ ഫ്രണ്ട്സ്, എന്റെ ഹംബിൾ റിക്വസ്റ്റ് ആണ്, ഇതുപോലൊരു കമ്പനി, ഇതുപോലൊരു ബിസിനസ്, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി, ഇതുപോലൊരു സിസ്റ്റം, ഇതുപോലൊരു സർക്കംസ്റ്റാൻസ്, നമുക്കൊരു സിറ്റുവേഷൻ നോക്കിയേ. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് തെളിഞ്ഞു വന്ന് നിൽക്കുകയല്ലേ ഇപ്പോ. ഇത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അടുത്ത് വരുന്ന തലമുറയോട് നമ്മൾ മറുപടി പറയണ്ടേ? ഇത്രയും നല്ലൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ട് അത് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഇനി വരുന്ന തലമുറയോട് നമ്മൾ മറുപടി പറയണ്ടേ? നമ്മൾ പാഴാക്കുന്ന ഓരോ മിനിറ്റും അടുത്ത തലമുറയിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാവണം. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറാവണം. നമുക്കിത് റെസ്റ്റ് എടുക്കാനുള്ള സമയമേ അല്ല. ഞങ്ങൾ ആരും റെസ്റ്റ് എടുക്കാറില്ല. ശൈലേഷ് സാർ എവിടെയാ? ഹൈദരാബാദാണ്. അറിയാമോ നിങ്ങൾക്ക്? ശൈലേഷ് സാർ ഹൈദരാബാദിൽ ഇരുന്നുകൊണ്ടാണ് ഈ മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത്. സാറ് എന്താണ് ആവശ്യം? എന്തായാലും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരേക്കാൾ 1 രൂപ കൂടുതൽ ശൈലേഷ് സാർ സമ്പാദിച്ചിട്ടില്ലേ? നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലിരിക്കുന്നു, ശൈലേഷ് സാർ ഹൈദരാബാദ്. കാരണം മൈലേജ് സ്റ്റൈലിലെ ലീഡേഴ്സ് എല്ലാവരും കഠിനാധ്വാനികളാണ്. കാരണം എന്താണെന്ന് അറിയോ? ഇതുപോലെ ഒരെണ്ണം ഇനി ജീവിതത്തിൽ വേറെ ഉണ്ടാവില്ല സിറ്റുവേഷൻ. ഇതുപോലൊരു അവസരം ജീവിതത്തിൽ വേറെ കിട്ടില്ല. ഇന്നൊരു മാസത്തിൽ 25 ദിവസം ഫീൽഡിൽ പോകുന്ന ആൾക്കാരാണ് ഞങ്ങള്. കാരണം ടീമിൽ ഒരുപാട് അച്ചീവേഴ്സിനെ ഉണ്ടാക്കണം, ഒരുപാട് അച്ചീവ്മെന്റ് കൊണ്ടുവരണം. ഇതുപോലൊരു സിറ്റുവേഷൻ ഇനി ലൈഫിൽ വരില്ല. ക്ഷമയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഫാസ്റ്റായിട്ട് ചെയ്യുക, പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ക്ഷമയോടുകൂടി ചെയ്യാം. എല്ലാ മീറ്റിംഗ് ട്രെയിനിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു ഫാമിലി പ്രോഗ്രാം വരുന്നുണ്ട് ഏപ്രിൽ മാസം 27-ാം തീയതി. എല്ലാവർക്കും അറിയില്ലേ? മൈലേഷ് മാർക്കറ്റ് ബിസിനസ് ഒരു ഫാമിലി ബിസിനസ് ആണ്. ഫാമിലി ആയിട്ട് തന്നെ ചെയ്യേണ്ട ബിസിനസ് ആണ്. അതിന് നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുകയാണ് ശൈലേഷ് സാർ. അതുകൊണ്ട് തന്നെ എൻ്റെയർ നിങ്ങളുടെ ടീമിന് എന്റെ വകയായിട്ടുള്ള ഒരു ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ കൂടി ഈ നിമിഷത്തിൽ അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു ശ്രമം നിങ്ങൾ നടത്തിയതിന്. കാരണം പല സ്ഥലത്തും ഇതുപോലുള്ള ശ്രമങ്ങൾ കാണാറില്ല. നല്ലൊരു ശ്രമമാണ് ഇതുപോലൊരു ഫാമിലി മീറ്റ് എന്നുള്ളത്. അതിന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആറ്റം ബോംബാണ്. മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയിലെ ആറ്റം ബോംബാണ് ഞങ്ങൾ പറയാറുള്ളത്. മൈലേഷ് മാർക്കറ്റിംഗ് കമ്പനിയിലെ ആറ്റം ബോംബാണ് നിങ്ങളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പ്രോഗ്രാമിൽ വരുന്നത്. അപ്പൊ അതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കുക. ഞങ്ങളൊക്കെ ഒരുപാട് പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിത്വങ്ങളാണ് അനൂപ് സാറും അനീഷ് സാറൊക്കെ. അതുപോലെയുള്ള ലീഡേഴ്സ് ഒക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് പരമാവധി നിങ്ങൾ പാർട്ടിസിപ്പൻസിനെ ഇരുത്തുക. ആ പ്രോഗ്രാം ഒരുപാട് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ശ്രമിക്കുക. ഇതുപോലെയുള്ള ഇവന്റുകൾ പരമാവധി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഇരുത്തുമ്പോഴാണ് നമുക്ക് റിസൾട്ട് വരിക. നോക്കൂ, ഡിസിഷനാണ് നമ്മളെ ആരാക്കും എന്നുള്ളത് തീരുമാനിക്കുക. നിങ്ങളുടെ സിറ്റുവേഷനോ
അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള ദുഃഖങ്ങളോ സന്തോഷങ്ങളോ അല്ല. ഡിസിഷനാണ് നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുക. ആ ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എടുത്ത ഡിസിഷൻ എന്താ അറിയോ? ചത്താലും ജീവിച്ചാലും മൈലേഷ് മാർക്കറ്റിംഗ് ബിസിനസ്സേ ചെയ്യും. എടുത്തൊരു തീരുമാനം. ഇപ്പൊ എടുത്തതല്ല, കോടികൾ കിട്ടിയപ്പോ എടുത്തതല്ല, ഡിസ്ട്രിബ്യൂട്ടറായ അന്നെടുത്ത തീരുമാനമാണ്. ചത്താലും ഈ കമ്പനിയിലെ വർക്ക് ചെയ്യും. ജീവനോടുള്ള കാലം മുഴുവൻ ഈ ബിസിനസ് ഞങ്ങൾ ചെയ്യും. എടുത്ത തീരുമാനമാണ്. രണ്ടാമത്, വന്ന ആൾക്കാർക്ക് സേവനം ചെയ്യാം. സർവീസ് എന്ന് പോലും പറയാൻ പാടില്ല, മലയാളം പറഞ്ഞാൽ മതി. സേവനം, ആ വാക്കിനാണ് ഏറ്റവും കൂടുതൽ പവർ. നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സേവനം ചെയ്യാം. നമ്മളുടെ അടിമയല്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ, നമ്മുടെ ദൈവമാണെന്ന് കാണാം. പല ആൾക്കാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അടിമയാണെന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. അടിമയല്ല, ദൈവമാണ്. നമ്മളെ സംരക്ഷിക്കാൻ വന്ന ദൈവം. അതുപോലെ തന്നെ കാണണം നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ. അപ്ലൈൻ ലീഡർ എന്താണോ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുക. അപ്ലൈനേക്കാൾ നല്ലൊരു ദൈവം വേറെ ഇല്ലെന്നേ ഞാൻ പറഞ്ഞു. എങ്ങനെയുള്ള അപ്ലൈൻ? ആത്മാർത്ഥമായി മൈ ലൈഫ് സ്റ്റൈൽ മാത്രമാണ് എന്റെ ജീവിതം എന്ന് തീരുമാനിച്ച ആളാണ് അപ്ലൈൻ. അതായിരിക്കണം യഥാർത്ഥ അപ്ലൈൻ. എല്ലാവരെയും അപ്ലൈൻ ആക്കാൻ പറ്റുമോ? ഇല്ല. പൊസിഷൻ കൊണ്ട് എല്ലാവരും അപ്ലൈൻ ആവാൻ പറ്റുമോ? ഇല്ല. ആരായിരിക്കണം യഥാർത്ഥ അപ്ലൈൻ? മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ് ആണ് എന്റെ ജീവിതം എന്ന് തീരുമാനമെടുത്ത ആളായിരിക്കണം അപ്ലൈൻ. മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് അല്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ലെന്ന് തീരുമാനിച്ച ആളായിരിക്കണം യഥാർത്ഥ അപ്ലൈൻ. അങ്ങനെയുള്ള അപ്ലൈൻ ദൈവത്തിനേക്കാൾ വലിയൊരു സ്ഥാനം അവർക്ക് കൊടുക്കണം. അപ്ലൈൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക. ഇത്രയും ചെയ്താൽ മതി. അതിനുശേഷം ക്ഷമയോടുകൂടി ബിസിനസ് ചെയ്യാം. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഒരു വലിയ കോടീശ്വരനായിട്ടുള്ള ഒരു അച്ഛൻ, ഒരുപാട് ബിസിനസ് സാമ്രാജ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോ വയസ്സായ സാഹചര്യം വന്ന സമയത്ത് തന്റെ മക്കൾക്ക് ഈ ബിസിനസ് സാമ്രാജ്യം കയ്യിൽ കൊടുക്കാൻ വേണ്ടി ആ അച്ഛൻ തീരുമാനിച്ചിട്ട് മക്കളെല്ലാം വിളിച്ചിരുത്തി അദ്ദേഹം പറയാണ്, അതായത് ഇനി വരുന്ന കാലത്ത് നമ്മുടെ ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ വേണം നടത്താനായിട്ട്. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ ഹിമാലയം പോലെയുള്ള വലിയൊരു പർവ്വതത്തില് ഒരു അഡ്രസ് കൊടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ആദ്യം മൂത്ത മോനെ അദ്ദേഹം പറഞ്ഞു വിട്ടത് ഒരു വെയിൽ കാലത്തായിരുന്നു. അപ്പൊ ആ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ ഒരു പാറയുണ്ട്. അതിന്റെ മുകളിൽ നിന്നിട്ട് അരമണിക്കൂർ വീക്ഷിച്ച ശേഷം നീ തിരിച്ചു വരണമെന്നാണ് മകനോട് പറഞ്ഞത്. അപ്പൊ മകൻ അതുപോലെയുള്ള വലിയ പർവ്വതത്തിൽ പോയി. അവിടെ പോയ സമയത്ത് എല്ലാ മരങ്ങളും ഇലയൊക്കെ പൊഴിച്ച് ഉണങ്ങി വാടി നിൽക്കുന്നു. അച്ഛൻ പറഞ്ഞ വലിയ പാറയുടെ അടുത്ത് നോക്കിയപ്പോ അവിടെ ഒരു മരം അങ്ങനെ ഉണങ്ങാറായിട്ട് നിൽക്കുന്നത് കണ്ട് ആ മകൻ തിരിച്ചു വന്നു. രണ്ടാമത്തെ മകനെ 4 മാസങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ മകനെ അദ്ദേഹം അയക്കാൻ അവിടെ എത്തി. ആ അയക്കുന്ന സമയത്ത് നല്ല മഴക്കാലമാണ് അവിടെ. മഴ പെയ്ത് ശരത്കാലം വന്ന് നമ്മുടെ ഓണം പോലെയുള്ള സിറ്റുവേഷൻ, എല്ലാ മരങ്ങളും പൂത്തൊലിയുന്ന സമയം. ആ സമയത്ത് പോകുന്ന സമയത്ത് എവിടെ നോക്കിയാലും പച്ച പരവതാനി വിരിച്ച പോലെയുള്ള സിറ്റുവേഷൻ, എല്ലാ മരങ്ങളിലും പൂ. ഈ പാറയിൽ നിന്ന് വീക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് ആ പാറയ്ക്ക് തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു മരം നിറയെ ഇലകളും പൂക്കളായിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള മരം അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. മൂന്നാമത്തെ മകൻ 4 മാസങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ മോനെ അദ്ദേഹം തിരിച്ചയച്ചു അതേ സ്ഥലത്തേക്ക്. അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഈ എല്ലാ മരങ്ങളിലും പൂത്ത മരങ്ങളൊക്കെ കായ്ഫലം തന്നിട്ട് പഴങ്ങളോടുകൂടി നിൽക്കുന്ന കാഴ്ച. ആ മകൻ അവിടെ അരമണിക്കൂർ നിന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന മരം മുഴുവൻ പഴങ്ങളായിരുന്നു. അദ്ദേഹം ആ മരത്തുനിന്ന് പഴങ്ങളൊക്കെ പറിച്ച് കുറെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോ അച്ഛൻ മൂത്ത മോനോട്, ഇവര് 3 പേര് ഇരുത്തിയിട്ട് മൂത്ത മോനോട് ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയപ്പോ താൻ എന്ത് കണ്ടു? അപ്പോ മൂത്ത മകൻ പറഞ്ഞു, അച്ഛാ ഞാൻ പോയ സമയത്ത് അവിടെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ഇത്രയും ഒരു മോശം സ്ഥലം എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരു പച്ച ഇല പോലും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. എല്ലാം വാടിക്കരിഞ്ഞ് ആ മല പ്രദേശത്ത്, നമുക്കറിയാലോ ചെറിയ കുന്നോ മലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ നിൽക്കുന്ന ഒരവസ്ഥ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അച്ഛാ, ഞാൻ തിരിച്ചു പോകും. രണ്ടാമത്തെ മോനോട് ചോദിച്ചു, താൻ എന്ത് കണ്ടു? അപ്പൊ അവൻ പറഞ്ഞു,
ഭാഗത്തും പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്നു. എല്ലാ ചെടികളിലും പൂവും മുട്ടുകളും നിൽക്കുന്നു. ഞാൻ നിന്ന പാറയുടെ തൊട്ടടുത്തുള്ള ഒരു മരം മുഴുവൻ പൂക്കൾ വിരിയാനായിട്ട് തയ്യാറായി നിൽക്കുന്നതാണ് അച്ഛാ ഞാൻ കണ്ടത്. അപ്പൊ മൂത്ത മോന് ദേഷ്യം വന്നു. നീ കള്ളം പറയുന്നു, ഞാൻ കണ്ട സ്ഥലം അങ്ങനെയല്ല. അപ്പൊ രണ്ടാമത്തെ മോൻ ചേട്ടനോട് വഴക്ക് കൂടുന്നു, ഞാൻ കണ്ട സ്ഥലം അതാണ്. അപ്പൊ അച്ഛൻ വഴക്ക് നിർത്തിയിട്ട് മൂന്നാമത്തെ മോനോട് ചോദിച്ചു, താൻ കണ്ടത് എന്താണ്? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കണ്ടത്, ഞാൻ പാറയിൽ കയറി നിൽക്കുന്ന സമയത്ത് ആ മരങ്ങൾ മുഴുവൻ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങളായിരുന്നു. ഇത്രയും സ്വാദിഷ്ടമായിട്ടുള്ള പഴങ്ങൾ അച്ഛ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അച്ഛൻ എന്നെ അയച്ച സ്ഥലം. അപ്പൊ അവസാനം ഈ ചേട്ടനനിയന്മാര് തമ്മിൽ വഴക്കായി. മൂത്ത ചേട്ടൻ പറഞ്ഞു, ഒരു ഇല പോലും ഇല്ലാത്ത മരത്തിൽ നിനക്ക് എങ്ങനെ പഴങ്ങൾ കാണാൻ പറ്റി? നീ പറയുന്നത് നുണയാണ്. അപ്പൊ ഈ 3 പേരും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ അവരോട് പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് നിങ്ങൾ എല്ലാവരുടെ കയ്യിലും ഈ ബിസിനസ് ഞാൻ തരാൻ പോവാണ്. തരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ കാണുന്നത് ഒരു ഇല പോലും ഇല്ലാത്ത മരമായിട്ടോ, ഒരുപാട് പച്ചപ്പരവതാനി വിരിച്ച് പൂവും മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന മരമായിട്ടോ, അല്ലെങ്കിൽ ഫലമായിട്ടുള്ള മരമായിട്ടോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഒരു വർഷം കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് വേണം. കാരണം ഇത്രയും കാലം ഒരു മരം ഉണങ്ങി നിൽക്കുന്ന മരമാണെങ്കിൽ അതിൽ ഫലം ഉണ്ടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് തൊഴിൽ ചെയ്താലും രക്ഷപ്പെടാൻ പറ്റൂ മക്കളെ എന്ന് പറയുന്ന ഒരു സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണ്. ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ കാണുന്ന മൈലസ്റ്റോൺ മാർക്കറ്റിംഗ് ബിസിനസ് ഉണങ്ങിക്കരിഞ്ഞ് വാടി നിൽക്കുന്ന മരമാണോ എനിക്കറിയില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വേനൽക്കാലത്ത് കരിഞ്ഞു നിൽക്കുന്ന ചെടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ശരത്കാലം വരും, മഞ്ഞുകാലം വരും, മഴക്കാലം വരും. ഈ മരത്തിലും തളിരുകൾ വരും, ഈ മരത്തിലും പൂമുട്ടുകൾ വരും, ഈ മരത്തിലും നിറയെ പഴങ്ങൾ ഉണ്ടാവും. ഈ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴങ്ങൾ കായ്ക്കുന്ന മരമായി നിങ്ങളുടെ മൈലസ്റ്റോൺ മാർക്കറ്റിംഗ് മരം മാറും. അതുവരെ ക്ഷമ എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുവരെ കാത്തിരിക്കാനുള്ള മനസ്സെല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുവരെ അധ്വാനിക്കാനുള്ള മനസ്സും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് നല്ല അവസരം തന്ന എന്റെ പ്രിയ സുഹൃത്ത് ശൈലേഷ് സാറിനും എന്റെ ഈ ടീമിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.